നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ദിവസവും ആവശ്യമുള്ള എളുപ്പമുള്ള സെൻറ്റൻസുകൾ. എഴുന്നേറ്റോ എങ്ങനെ ചോദിക്കാം? ഉഠ് ഗയാ ക്യാ? നിങ്ങൾ എഴുന്നേറ്റോ? തും ഉഠ് ഗയാ ക്യാ? എഴുന്നേറ്റ് കഴിഞ്ഞോ? ഉഠ് ഗയാ ക്യാ എന്ന് ചോദിക്കാം. കുടിക്കാൻ ചൂടുവെള്ളം വേണോ? അതെങ്ങനെ ചോദിക്കാം? പീനെ കോ ഗരം പാനി ചാഹിയേ ക്യാ? പീനെ കോ ഗരം പാനി ചാഹിയേ എന്ന് ചോദിച്ചാലും മതി. അല്ലെങ്കിൽ പീനെ കോ ഗരം പാനി ചാഹിയേ ക്യാ എന്നും ചോദിക്കാം. വെള്ളം നന്നായിട്ട് തണുത്തതാണ്. എങ്ങനെ പറയാം? പാനി ബഹുത് ഠണ്ഡാ ഹേ. പാനി ബഹുത്ത് ഠണ്ഡാ ഹേ. വെള്ളം വളരെ തണുത്തതാണ്. പാനി ബഹുത്ത് ഗരം ഹേ എന്ന് പറഞ്ഞാൽ വെള്ളം വളരെ ചൂടാണ്. കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ പറയാം? സ്നാൻ കർനെ കെ ലിയേ പാനി ഗരം കിയാ ഹേ. സ്നാൻ കർനെ കെ ലിയേ എന്ന് പറഞ്ഞാൽ കുളിക്കാൻ വേണ്ടി. പാനി ഗരം കിയാ ഹേ, വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. പാൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ദൂദ് ഗരം കർക്കെ രഖാ ഹേ. ദൂദ് ഗരം കർക്കെ രഖാ ഹേ. പാൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുടിച്ചിട്ട് പോകൂ. പീക്കർ ജാവോ. കുടിച്ചിട്ട് പോകൂ, പീക്കർ ജാവോ. പാൽ കുടിച്ചിട്ട് പോകൂ, ദൂദ് പീക്കർ ജാവോ. ഇന്ന് ഒരുപാട് താമസിച്ചു, ഒരുപാട് ലേറ്റായി. ആജ് ബഹുത് ദേർ ഹോ ഗയി. ആജ് ബഹുത് ദേർ ഹോ ഗയി. ദിവസവും സമയത്തിനാണല്ലോ പോകുന്നത്. रोज समय पर जाता है ना. रोज करेक्ट टाइम पर जाता है ना. ഒരു ദിവസം കുറച്ച് താമസിച്ചാൽ കുഴപ്പമൊന്നുമില്ല. एक दिन थोड़ा देर हो गया तो चलेगा. एक दिन थोड़ा देर हो गया तो चलेगा. അല്ലെങ്കിൽ कोई प्रॉब्लम नहीं അങ്ങനെയും പറയാം. एक दिन थोड़ा देर हो गया तो कोई प्रॉब्लम नहीं. വണ്ടി പതുക്കെ ഓടിക്കണം. ഗാഡി ധീരെ ചലാന. ഗാഡി ധീരെ ചലാന. താമസിച്ചു എന്നും പറഞ്ഞ് വണ്ടി വേഗം ഓടിക്കരുത്, പതുക്കെ ഓടിക്കണം എന്ന് പറയുക. ഗാഡി തേജ് നഹി ചലാന, ധീരെ ചലാന. ഓഫീസിലെത്തിയിട്ട് വിളിക്കണം. ദഫ്തർ പഹൂഞ്ചിനെ കെ ബാദ് ഫോൺ കർണ. അല്ലെങ്കിൽ ഓഫീസ് പഹൂഞ്ചിനെ കെ ബാദ് ഫോൺ കർണ. ഓഫീസ് എന്നുള്ളത് ദഫ്തർ എന്നാണ് ഹിന്ദിയിൽ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിഷമിക്കേണ്ട. കോയി കുച്ച് കഹേ തോ ദുഃഖി മത് ഹോന. കോയി കുച്ച് കഹേ തോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ദുഃഖി മത് ഹോന, വിഷമിക്കേണ്ട. വഹു സുൻകർ ദുഃഖി മത് ഹോന, അത് കേട്ട് വിഷമിക്കേണ്ട. സ്വന്തം ജോലി സമയത്ത് ചെയ്തു തീർക്കണം. अपना काम समय पर ख़त्म करना है. अपना काम समय पर ख़त्म करना. ജോലി സമയത്ത് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ തീർക്കണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ മറന്നുപോയി. हम नाश्ता लेने भूल गए. हम नाश्ता लेने भूल गए. ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. मैं तैयार करके रखा था. मैं नाश्ता तैयार करके रखा था. ഞാൻ നാസ്ത തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ധൃതിയിൽ എടുക്കാൻ മറന്നുപോയി. मैं जल्दी में लेना भूल गई. मैं जल्दी में लेना भूल गई. സാരമില്ല അല്ലെ കുഴപ്പമില്ല, വൈകുന്നേരം കഴിക്കാം. അതെങ്ങനെ പറയാം?
चलेगा, शाम को खा लेते हैं. चलेगा, शाम को खा लेते हैं. ആഹാരം ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. खाना बनाना उतना आसान काम नहीं है. खाना बनाना ആഹാരം ഉണ്ടാക്കുന്നത് അത്ര എന്നുള്ളതിന് ഉത്തന ആസാൻ കാം നഹി ഹേ എളുപ്പമുള്ള ജോലിയല്ല. ഖാന ബനാന ഉത്തന ആസാൻ കാം നഹി ഹേ. ഞാൻ അതിരാവിലെ എഴുന്നേറ്റുണ്ടാക്കിയതാണ്. मैंने बड़े सवेरे उठकर बनाया था. बड़े सवेरे എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ്. मैंने बड़े सवेरे उठकर बनाया था. उठकर बनाया था. ഇന്നു ഞാൻ തുണി കഴുകുന്നില്ല. आज मैं कपड़ा नहीं धोती हूँ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ കഴുകാൻ പോണില്ല എന്ന് പറയണമെങ്കിൽ ആജ് മേ കപ്പടാ നഹി ധോനെ വാലി ഹൂ അങ്ങനെയും പറയാം. ആജ് മേ കപ്പടാ നഹി ധോനെ വാലി ഹൂ. നല്ല മഴ പെയ്യുകയാണ്. ബഹുത് ബാരിഷ് ഹോ രഹി ഹേ. ബഹുത് ബാരിഷ് ഹോ രഹി ഹേ. തുണി പെട്ടെന്ന് ഉണങ്ങത്തില്ല. കപ്പട ജൽദി നഹി സൂഖേഗ. കപ്പട ജൽദി നഹി സൂഖേഗ. തുണി ഇടാൻ സ്ഥലവുമില്ല. കപ്പട ഡാൽനെ കോ ജഗഹ് ഭി നഹി ഹേ. കപ്പട ഡാൽനെ കോ തുണി ഇടാൻ ജഗഹ് ഭി നഹി ഹേ എന്ന് പറഞ്ഞാൽ സ്ഥലവുമില്ല. കപ്പട ഡാൽനെ കോ ജഗഹ് ഭി നഹി ഹേ. ഇന്നലത്തെ തുണി പോലും ഇതുവരെ ഉണങ്ങിയിട്ടില്ല. കൽ കാ കപ്പട ഭി അഭി തക് നഹി സൂഖാ ഹേ. കൽ കാ കപ്പട ഭി ഇന്നലത്തെ തുണി പോലും അല്ലെങ്കിൽ ഇന്നലത്തെ തുണിയും അഭി തക് നഹി സൂഖാ ഹേ അല്ലെങ്കിൽ സൂഖാ നഹി ഹേ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. എനിക്ക് തുണി മടക്കാൻ ബാക്കിയാണ്. मुझे कपड़ा घड़ी करना बाकी है. मुझे कपड़ा घड़ी करना बाकी है. घड़ी करना എന്ന് പറഞ്ഞാൽ മടക്കുക. ഘടി കർക്കെ രഖ്ന എന്ന് പറഞ്ഞാൽ മടക്കി വയ്ക്കുക. കുറച്ച് തുണികൾ ഇപ്പോഴും നനഞ്ഞതാണ്. കുച്ച് കപ്പടേ അഭി ഭി ഗീലേ ഹേ. കുച്ച് കപ്പടേ അഭി ഭി ഇപ്പോഴും ഗീലേ ഹേ എന്ന് പറഞ്ഞാൽ നനഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അതുപോലെ ഹിന്ദി പറയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്